ഓണപ്പരീക്ഷയ്ക്ക് 100% ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വില്ലസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് പോഷക സംവഹനം എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മക്കളെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ വില്ലസിന്റെ ചിത്രം ഒബ്സർവ് ചെയ്തിട്ട് എ എന്താണ് ബി എന്താണ് കണ്ടെത്തുക. അതോടൊപ്പം തന്നെ എയിലോട്ടും ബിയിലോട്ടും അബ്സോർബ് ചെയ്യപ്പെടുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് പോഷക വസ്തുക്കൾ ഏതൊക്കെയെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആദ്യം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം, ഈ കാണുന്ന ആൾ വില്ലസുകളാണ് എന്ന് മനസ്സിലാകുകയും എ എന്ന് പറയുന്നത് ബ്ലഡ് ക്യാപിലറീസ് ആണ്, രക്തലോമികകളാണെന്നും ബി എന്ന് പറയുന്നത് ലാക്റ്റിയൽ ആണെന്നും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. സർ ട്രിക്കൊന്നും ഇല്ല, എടാ ദുആ ചെയ്യാം പിന്നെ കാണാതെ പഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. റെഡി. എ ബ്ലഡ് ക്യാപിലറീസ് ആണ്, ബി എന്ന് പറഞ്ഞാൽ എന്താടാ ലാക്റ്റിയൽ ആണ്, ലിംഫിന്റെ ഭാഗമായിട്ടുള്ള ലാക്റ്റിയലുകളാകുന്നു. ഇനി ലിംഫിലോട്ടും ബ്ലഡിലോട്ടും നമ്മൾ ശരീരത്തിൽ നിന്ന് ദഹനത്തിന് ശേഷം അബ്സോർബ് ചെയ്യുന്ന ആഗിരണം ചെയ്യുന്ന ആളുകൾ ആരൊക്കെയെന്നുള്ള അടുത്ത ചോദ്യം ചോദിക്കാറുള്ളത്. ബ്ലഡ് ക്യാപിലറീസ് ആഗിരണം ചെയ്യുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകളും ലാക്റ്റിയലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നത് ആഗിരണം ചെയ്യപ്പെടുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആകുന്നു. എങ്ങനെയാടാ, ഫുൾ ദഹനം കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ബാക്കി വരുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡിനെ രക്തത്തിലോട്ടും ബ്ലഡിലോട്ടും ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ലാക്റ്റിയലിലോട്ടുമാണ് അബ്സോർബ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്നത്. ഇങ്ങനെ ആഗിരണം ചെയ്തിട്ടുള്ള ബ്ലഡിലുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗലക്ടോസും അമിനോ ആസിഡും എങ്ങനെയാണ് ഹാർട്ടിലോട്ടും ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, സംവഹനം ചെയ്യുന്നത് എന്നായിരിക്കും അടുത്ത ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ട് ഇടയിൽ എ ബി സി എന്ന് പറഞ്ഞ് ചില ഭാഗങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് സാധാരണ ഇവിടെ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പം നോക്കിയാലോ മക്കളെ, ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുള്ള, രക്തത്തിലോട്ട് അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡിനെ ആദ്യം നമ്മൾ കൊണ്ടുപോകുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താടാ, പോർട്ടൽ സിരകൾ വഴി ലിവറിലോട്ട് കൊണ്ടുപോകും. പോർട്ടൽ വെയിന് വഴി കരളിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കരളിൽ നിന്നും എങ്ങോട്ട് കൊണ്ടുപോകുന്നു, മഹാസിരയിലോട്ട് കൊണ്ടുപോകുന്നു, അഥവാ വീനക്കാവയിലോട്ട് നമ്മൾ ഹെപ്പാറ്റിക് വെയിന് വഴിയാണ് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും ഹെപ്പാറ്റിക് വെയിന് വഴി നമ്മൾ മഹാസിരയിൽ എത്തിച്ചാൽ മഹാസിരയിൽ നിന്ന് തൊട്ടടുത്താണ് ഹാർട്ട് ഉള്ളത്. മഹാസിരയിൽ നിന്ന് നേരെ എടുക്കാടാ പോവുക, ഹാർട്ടിലോട്ടാണ് പോകുക. അപ്പോൾ രണ്ട് സ്റ്റെപ്പിലൂടെയാണ് ബ്ലഡിലുള്ള, രക്തത്തിലുള്ള ആളുകൾ ഹാർട്ടിലോട്ട് എത്തുന്നത്. ആദ്യം കരളിലോട്ട് പോകും, കരളിൽ നിന്ന് പിന്നെ മഹാസിര വഴി ഹാർട്ടിലോട്ട് പോകുന്നു. അതിന് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഇവിടെ എക്സ്, ഇവിടെ വൈ എന്നൊക്കെ കൊടുത്തിട്ട് എക്സ് എന്താണ് വൈ എന്താണെന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പം എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. കരളിലോട്ട്, ലിവറിലോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ പോർട്ടൽ വെയിൻ ആണെന്നും ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഹെപ്പാറ്റിക് വെയിൻ ആണ്. ഹാർട്ട്, ഹെപ്പാറ്റിക്, ഹൃദയം, ഹെപ്പാറ്റിക്, ഒരു ഹാഹാ ബന്ധമുണ്ട്. എന്ത് ബന്ധം? ഹാഹാ ബന്ധം. റെഡി. ഹാർട്ട് ഹൃദയത്തോട്ട് കൊണ്ടുപോകുന്നത് ഹെപ്പാറ്റിക് സിര, ഹെപ്പാറ്റിക് വെയിൻ ആണ്. എന്നാൽ കരളിലോട്ട് കൊണ്ടുപോകുന്നത് പോർട്ടൽ വെയിനുകളാണ്. മറ്റൊരു ലിംഫിലോട്ട് അല്ലെങ്കിൽ ലാക്റ്റിയലിലോട്ട് അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളുകളുമാണ് പിന്നീടുള്ളത്. അവർ നേരെ ലിംഫ് വാഹികൾ വഴി, വലിയ ലിംഫ് വാഹി, ചെറിയ ലിംഫ് വാഹി എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് എന്ത് കൊടുക്കാം, ലിംഫ് വാഹികൾ ലിംഫ് വെസൽസ് വഴി ഡയറക്റ്റ് കൊടുക്ക് പോകുന്നു, ഹൃദയത്തിലോട്ട് പോകുന്നു. അഥവാ ലിംഫിൽ നിന്നും അഥവാ ലാക്റ്റിയലിൽ നിന്നും ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ഹൃദയത്തിലോട്ട് എത്തിക്കാനും അവിടുന്ന് ശരീരത്തിന് വിവിധ ഭാഗങ്ങൾ എത്തിക്കാനും ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ലിംഫ് വാഹികൾ വഴി ഡയറക്റ്റ് അങ്ങോട്ട് പോകുന്നു, ഹാർട്ടിലോട്ട് പോകുന്നു. ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാതെ ചോദ്യ പേപ്പർ ഇന്നേ വരെ അച്ചടിച്ചിട്ടില്ല, ഞാൻ അച്ചടിക്കാനും പോകുന്നില്ല എന്ന് മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മുടെ SCRT പുറത്തിറക്കിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതിയ പാറ്റേണിൽ ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ മറ്റ് ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. പഠിക്കുക, സെറ്റാക്കുക. റെഡി ആയിട്ടുണ്ടെങ്കിൽ ഫുൾ ബാങ്ക് സെറ്റ് ആണെങ്കിൽ മക്കൾ ഒരു ഫയർ ഇമോജി കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.